എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ചോദ്യമാണ് ട്രേഡിംഗ് തുടങ്ങാൻ ക്യാപിറ്റൽ എത്ര വേണം സാർ? ഇത് ചോദിക്കുന്നത് രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ്. ഒന്ന് ഒരു ബിഗിനറാണ്, സ്റ്റോക്ക് മാർക്കറ്റിൽ ഒട്ടും തന്നെ എക്സ്പീരിയൻസ് ഇല്ലാത്തവർ. ഇവർക്ക് ട്രേഡിംഗ് ക്യാപിറ്റൽ വളരെ മിനിമൽ ആയ ഒരു എമൗണ്ട് മതിയാവും. കാരണം നിങ്ങളിപ്പോൾ മാർക്കറ്റിൽ ചെയ്യാൻ പോകുന്നത് ഒരു മെത്തേഡ് പഠിക്കുകയാണ്. എങ്ങനെ ഒരു സ്റ്റോക്ക് ബൈ ചെയ്യണമെന്നും എങ്ങനെ സെൽ ചെയ്യണമെന്നും അതുപോലെ എങ്ങനെ റിസ്ക് മാനേജ് ചെയ്യാനായി സ്റ്റോപ്പ് ലോസ് വെക്കണമെന്നൊക്കെ പഠിക്കുന്നത്. ഇതിനായി നമുക്ക് 1000 മുതൽ 2000 രൂപ മതിയാവും. നിങ്ങൾ വാങ്ങുന്ന സ്റ്റോക്കിന്റെ വിലയും ക്വാണ്ടിറ്റിയും മിനിമൽ ആയിരിക്കും. പിന്നെ ഈ സമയത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം തന്നെയില്ല. അടുത്തൊരു കൂട്ടറാണ് ട്രേഡിംഗ് കുറച്ചൊക്കെ പഠിച്ച് മാർക്കറ്റിൽ കുറച്ച് നാളായി വർക്ക് ചെയ്യുന്നവർ. ഇവരുടെ ഗോള് ട്രേഡിംഗ് ഒരു എക്സ്ട്രാ ഇൻകം ജനറേഷൻ പോലെയാണ്. അപ്പോൾ ഒരു മാസം നിങ്ങൾക്ക് ട്രേഡിംഗിൽ നിന്ന് ഉണ്ടാക്കേണ്ട ഒരു തുക എത്രയാണെന്ന് നോട്ട് ചെയ്യുക. ഞാനത് ഒരു 20,000 എന്ന് വിചാരിക്കുന്നു. അതിനുശേഷം ആദ്യം നോക്കേണ്ടത് ഇവരുടെ ട്രേഡിംഗ് മെത്തേഡ് ഉപയോഗിച്ച് എത്ര നാളായി സക്സസ്ഫുൾ ആയി ട്രേഡ് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. ഒരു മാസം ആവറേജ് എത്രമാത്രം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിച്ചു എന്നും നോക്കുക. ഉദാഹരണമായി 20% ഞാൻ മന്ത്ലി ഗെയിൻ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്റെ ഓവറോൾ ക്യാപിറ്റലിന്റെ 20% ആയിരിക്കണം ഈ പറഞ്ഞ 20,000. ഇതായിരിക്കും എന്റെ കാൽക്കുലേഷൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1,00,000 രൂപയായിരിക്കും. ഇതിൽ നിങ്ങൾക്ക് ട്രേഡിംഗ് കോസ്റ്റുകൾ വരാം, അതായത് ബ്രോക്കറേജ്, ഗവൺമെന്റ് ടാക്സ് ഒക്കെ. അപ്പോൾ അതും കൂടി കണക്കിലെടുത്ത് വേണം ക്യാപിറ്റൽ പ്ലാൻ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇതുവരെയായിട്ട് ഒരു സക്സസ്ഫുൾ ആയിട്ട് ട്രേഡിംഗ് മെത്തേഡ് ഇല്ലെങ്കിൽ ഞാനും എന്റെ ഫോളോവേഴ്സ് ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഫോളോ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോക്ക് ലൈക്കായും ഷെയറായും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട.